ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ജീവിതശൈലിയിലും ആഹാരശീലങ്ങളിലും നിരവധി അനാരോഗ്യ പ്രവണതകൾ കടന്നു വന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ കുറേ ആൾക്കാർ നല്ല ശീലങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ധാന്യങ്ങൾ മുളപ്പിച്ച് കഴിക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞങ്ങൾ വിശദമായി പരിശോധിക്കുന്നത്. മുളപ്പിച്ച ധാന്യങ്ങൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ചെറുപയറായിരിക്കും അല്ലേ? എന്നാൽ ചെറുപയർ മാത്രമല്ല, മുതിര, കടല, രാജ്മ തുടങ്ങിയ ധാന്യങ്ങളൊക്കെ നമുക്ക് മുളപ്പിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഓരോന്നിലും മുള വരുന്നതിൻ്റെ സമയത്തിലും അതുപോലെ തന്നെ അതിലടങ്ങിയിരിക്കുന്ന പോഷക മൂല്യങ്ങളിലും വ്യത്യാസമുണ്ടാകുമെന്ന് മാത്രം. ചെറുപയറാണ് എളുപ്പത്തിൽ മുളച്ചു വരുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ചെറുപയർ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. സാധാരണ ധാന്യങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാൾ ഇങ്ങനെ മുളപ്പിച്ച് ഉപയോഗിക്കുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന പോഷക ഗുണങ്ങൾ ഇരട്ടിക്കുന്നുണ്ട്. ആന്റി ഓക്സിഡൻസ്, അമിനോ ആസിഡ്സ് തുടങ്ങിയവയൊക്കെ മുളപ്പിച്ച ധാന്യങ്ങളിൽ വളരെ കൂടിയ അളവിൽ കാണപ്പെടുന്നു. അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഫൈറ്റിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ആസിഡ് ഉണ്ട്. ഇത് സിങ്ക്, അയൺ, കാൽഷ്യം, മഗ്നീഷ്യം തുടങ്ങിയ മിനറൽസിന്റെ ആഗിരണത്തെ തടസ്സപ്പെടുത്തുന്നു. മുളപ്പിച്ച ധാന്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഫൈറ്റിക് ആസിഡിന്റെ അളവ് കുറയുകയും അതുവഴി ഈ പറഞ്ഞ മൂലകങ്ങളുടെ അബ്സോർപ്ഷൻ നന്നായി നടക്കുകയും ചെയ്യുന്നു. ഇതിന്റെ കൂടെ ഒരു ടിപ്പ് കൂടി പറഞ്ഞുതരാം. 40 മുതൽ 50 വരെ പ്രായത്തിലുള്ള ഒരു സ്ത്രീയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ മുളപ്പിച്ച ധാന്യങ്ങൾ കഴിക്കുന്നത് വളരെ ഗുണം ചെയ്യും. അത് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആർത്തവ വിരാമത്തിന്റെ ഒരു കാലഘട്ടമാണിത്. അപ്പോൾ ആർത്തവ വിരാമത്തോടു കൂടി നിരവധി ഹോർമോണൽ ചേഞ്ചസ് വരികയും കാൽഷ്യത്തിന്റെയും അതുപോലെ വിറ്റാമിൻ D3യുടെ അളവ് ശരീരത്തിൽ കുറയുകയും ചെയ്യും. ഇത് സന്ധിവേദനകൾ ഉണ്ടാക്കാനും എല്ല് എളുപ്പത്തിൽ പൊട്ടാനും ഒക്കെ കാരണമാക്കാറുണ്ട്. അപ്പോൾ തൊട്ട് മുമ്പേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കാൽഷ്യത്തിന്റെ അബ്സോർപ്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് മുളപ്പിച്ച ധാന്യങ്ങൾ സഹായിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രായത്തിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുളപ്പിച്ച ധാന്യങ്ങൾ ധാരാളമായിട്ട് ഉപയോഗിക്കാം. ഇനി ഇതിന്റെ പുറമെ മുളപ്പിച്ച ധാന്യങ്ങളിൽ ധാരാളം വിറ്റാമിൻസ് അധികമായി അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിൻ K ആയിക്കോട്ടെ, C ആയിക്കോട്ടെ, B1, B2, B3, B5, B6 ഇങ്ങനെ നിരവധിയായിട്ടുള്ള പോഷക ഘടകങ്ങൾ നിറയെ മുളപ്പിച്ച ധാന്യങ്ങളിലുണ്ട്. കൂടാതെ ഫൈബറിന്റെ അളവ് വളരെ കൂടുതലുള്ളത് കൊണ്ട് ദഹന പ്രക്രിയയും മലശോധനവും ഒക്കെ നന്നായിട്ട് നടക്കുകയും ചെയ്യും. ഇനി ധാന്യങ്ങൾ മുളപ്പിച്ചെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണെങ്കിലും ഞാൻ ഒന്നുകൂടി എടുത്തു പറയാണ്, നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന ധാന്യങ്ങളായതുകൊണ്ട് തന്നെ നന്നായി ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കണം. അതിനുശേഷം ഏകദേശം ഒരു 3 ഇരട്ടി വെള്ളത്തിൽ ഈ ധാന്യങ്ങൾ ഇട്ട് വെക്കണം. അപ്പോൾ ഓരോ ധാന്യത്തിനും വ്യത്യസ്ത സമയമാണ് എടുക്കുക. ഞാനിവിടെ ചെറുപയറിൻ്റെ ഉദാഹരണമാണ് എടുക്കുന്നത്. അപ്പോൾ ചെറുപയറൊക്കെ ആകുമ്പോൾ ഏകദേശം ഒരു 8 മുതൽ 12 മണിക്കൂറൊക്കെയാണ് അത് വെക്കേണ്ടത്. ഇപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആക്കാൻ വേണ്ടി ഞാൻ പറയാണ്, വൈകുന്നേരമാണ് നിങ്ങൾ ഇട്ട് വെക്കുന്നെങ്കിൽ അല്ലെങ്കിൽ രാത്രിയിലാണ് ഇട്ട് വെക്കുന്നെങ്കിൽ പിറ്റേ ദിവസം രാവിലെ വരെ അത് ഇട്ട് വെക്കണം. അങ്ങനെ ഈ ഒരു സമയം കഴിഞ്ഞതിന് ശേഷം അതൊന്ന് കുറച്ച് വീർത്ത് വന്നിട്ടൊക്കെ ഉണ്ടാവും. ആ വെള്ളം നിങ്ങൾ ഊറ്റിക്കളയുക. അതിനുശേഷം വീണ്ടും 8 മുതൽ 12 മണിക്കൂർ വരെ കാത്തിരിക്കണം. അപ്പം അങ്ങനെ കാത്തിരിക്കുമ്പോഴേക്കും ആ ദിവസം വൈകുന്നേരം ആവും. അപ്പോഴേക്കും ചെറിയ മുളയൊക്കെ അതിന് പൊട്ടിയിട്ടുണ്ടാവും, ചെറിയ വെള്ള നിറത്തിൽ കാണാൻ പറ്റും. ഇങ്ങനെ വന്നതിന് ശേഷം വീണ്ടും വെള്ളത്തിൽ ഇട്ട് വെക്കണം. അപ്പോൾ അത് വെള്ളത്തിൽ ഇട്ട് വെക്കുന്നതിന് പകരം കുറച്ചുകൂടി എളുപ്പത്തിൽ ഒരു നനഞ്ഞ ടവലിൽ പൊതിഞ്ഞ് വെക്കോ അങ്ങനെയൊക്കെ ചെയ്യാം. ഇങ്ങനെ പൊതിഞ്ഞിട്ട് വെച്ചതിന് ശേഷം ഒരു ഓവർനൈറ്റ്, അതായത് വീണ്ടും 8 മുതൽ 12 മണിക്കൂർ നിങ്ങൾ കാത്തിരിക്കണം. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും ഈ വേരുകൾ കുറച്ചും കൂടി നീളം വെച്ചിട്ടുണ്ടാവും. അപ്പോഴേക്കും നമുക്കിത് ഉപയോഗിക്കാൻ തയ്യാറായി കഴിഞ്ഞു. ഇങ്ങനെ മുളപ്പിച്ച ധാന്യങ്ങൾ ഉപ്പേരിയൊക്കെ ആക്കി കഴിക്കുന്നതാണ് നമ്മുടെ ശീലം. എന്നാൽ വേവിക്കാതെ കഴിക്കുമ്പോഴാണ് കൂടുതൽ പോഷക ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നത്. ഇത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് സാലഡ്സ് ആക്കി കഴിക്കാവുന്നതാണ്. ഇതുകൂടാതെ മുളപ്പിച്ച ചെറുപയർ കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. മുളപ്പിച്ച ചെറുപയർ സൂപ്പ്. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് മുളപ്പിച്ച ചെറുപയർ വേവിച്ചത്, 3 ടീസ്പൂൺ എണ്ണ, ജീരകം, കായംപൊടി, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് അരച്ചെടുത്തത്. ഇനി നമുക്ക് മുളപ്പിച്ച ചെറുപയർ സൂപ്പ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള മുളപ്പിച്ച ചെറുപയർ മിക്സിയിലിട്ട് അരച്ച് ഒരു പേസ്റ്റ് പരുവത്തിലാക്കണം. ഈ പേസ്റ്റാണ് നമ്മൾ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ചൂടായ പാനിലേക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിക്കുക. അതിലേക്ക് ജീരകം, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, മല്ലിയില, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ യുക്തിക്ക് അനുസരിച്ചാണ്, ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ചെറുപയറിന്റെ പേസ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം 3 കപ്പോളം വെള്ളം ചേർക്കണം. അത് ഇടയ്ക്കിടയ്ക്കായിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഉപ്പും ചേർത്തിട്ട് നമുക്ക് അടച്ചു വെച്ച് ഒരു 15 മിനിറ്റോളം വേവിക്കാം.
15 മിനിറ്റിന് ശേഷം നന്നായി തിളച്ച് കുറുകി വരുമ്പോൾ കുറച്ചുകൂടെ മല്ലിയില ചേർത്ത് കൊടുത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ധാന്യങ്ങൾ മുളപ്പിച്ച് ഉപയോഗിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇനിയും നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാവാം, അത് നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാം. മാത്രമല്ല, നല്ലൊരു ശീലം തുടങ്ങാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ഗുഡ് ബൈ.